പുരാതന ഈജിപ്ഷ്യൻ ചിന്തകളിൽ മനോഹരമായ ഒരാശയം ഇങ്ങനെയുണ്ട്. ഒരാൾ മരിച്ച് സ്വർഗകവാടത്തിൽ ചെല്ലുമ്പോൾ ദൂതന്മാർ 2 ചോദ്യം ചോദിക്കും പോലും. 1, ജീവിതത്തിൽ നീ ആനന്ദം കണ്ടെത്തിയോ? 2, നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കാരണക്കാരായി മാറിയോ? ആഴമായ ആത്മീക പാഠം ഈ 2 ചോദ്യം പകർന്നു നൽകുന്നില്ലേ? ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് ആനന്ദം കണ്ടെത്താനായിട്ട് എന്തുമാത്രം അവസരങ്ങളാണ് ദൈവം പകർന്നു നൽകിയത്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കാറുള്ളത് ചെറിയ ചെറിയ സങ്കടങ്ങളെ വല്ലാതെ പർവ്വതീകരിച്ചിട്ട് ദൈവം വച്ചു നീട്ടുന്ന വലിയ അനുഗ്രഹങ്ങളെയും ആനന്ദത്തെയും അനുഭവിക്കാനോ ആസ്വദിക്കാനോ ആവാതെ പോകുന്ന ജീവിതത്തിൻ്റെ ദുഃഖകരമായ യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് കൂടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ആനന്ദത്തിന് നമ്മൾ കാരണക്കാരായി മാറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. മലയാളത്തിൽ ഈ അടുത്ത നാളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് പേര് വായിക്കാൻ ഇടയായിത്തീർന്ന മനോഹരമായൊരു പുസ്തകമാണല്ലോ ശ്രീ ബാബു എബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം. അതിനകത്ത് പറയുന്നതും ഈ സുന്ദരമായ ചില ആശയങ്ങളുണ്ട്. ആകാശത്തിങ്ങനെ പറന്നുയരാൻ നിനക്ക് ഭാഗ്യം കിട്ടുമ്പോൾ താഴെ ഭൂമിയിൽ അതിനവസരം കിട്ടാതെ പോയവരെ കൂടെ നീ പരിഗണിക്കണമെന്നും ചേർത്ത് പിടിക്കണമെന്നുള്ള ജീവിതത്തിൻ്റെ സുന്ദരമായ പാഠങ്ങൾ. 50 നോമ്പിൻ്റെ ഈ വിശുദ്ധ ദിവസങ്ങളിൽ ആത്മാർത്ഥമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ജീവിതത്തിൽ നീ ആനന്ദം കണ്ടെത്തിയോ? 2, മറ്റുള്ളവർക്ക് ആനന്ദം കണ്ടെത്താൻ കാരണക്കാരായി മാറിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഈ ഭൂമിയിൽ ആനന്ദം കണ്ടെത്തുന്നവരായി തീരുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കാരണക്കാരായി മാറുവാൻ കൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.